വെൽക്കം ഓൾ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പേഴ്സണാലിറ്റിയുടെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്ന് വന്നു, അതുപോലെ തന്നെ ഏതൊക്കെ അപ്രോച്ചുകളാണ് നമുക്ക് ഈ പേഴ്സണാലിറ്റി പഠിക്കാനായിട്ട്, ഏതൊക്കെ അപ്രോച്ചുകളാണ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ അപ്രോച്ചുകളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ആണ്. സൈക്കോ ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രോയിഡിന്റെ ശിഷ്യന്മാരുമാണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഓർമ്മ വരേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് ഈ സൈക്കോ ഡൈനാമിക് അപ്രോച്ച്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, psychodynamic theories focus on the psychological drives and forces within individuals that explain human behavior and personality. അല്ലെ, അതായത് ഇവിടെ ഈ സൈക്കോഡൈനാമിക് തിയറീസിൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എങ്ങനെയാണ് നമ്മളെ മൈൻഡ് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ തിയറീസ് സാധാരണയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജീസ്, അതായത് ഇൻഡിവിജ്വൽസിന്റെ ഉള്ളിലുള്ള ഒരു സൈക്കോളജിക്കൽ ഡ്രൈവ്സ്, ഫോഴ്സസ്, ഇതൊക്കെ എങ്ങനെയാണ് എന്താ പറയാ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്യുന്നത്, അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ ഒരു രീതികളെയൊക്കെയാണ് ഈ സൈക്കോ ഡൈനാമിക് തിയറിയിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പഠിക്കുന്നത് ശരിക്കും ഹിഡൻ പാർട്ട് ഓഫ് ദ മൈൻഡിനെയാണ്. ഹിഡൻ പാർട്ട് ഓഫ് ദ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു അൺകോൺഷ്യസ്നെസ്, അല്ലെ, ആ ഒരു അൺകോൺഷ്യസ് സ്വഭാവത്തിന്റെ പവർഫുൾ ഇൻഫ്ലുവൻസ് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു അൺകോൺഷ്യസ്നെസ്, നമ്മളുടെ ആ ഒരു സ്വഭാവം, അല്ലെ, നമ്മളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്വഭാവത്തിന്റെ ഒരു പവർഫുൾ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടാണ് ഇവര് ഈ തിയറിയിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എക്സ്പീരിയൻസുകൾ, അതൊക്കെയാണ് ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ടും അവര് ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെ നമ്മളെ പേഴ്സണാലിറ്റീനെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. അപ്പം ഈ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുമ്പം ഇവര് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിലോട്ട് വരുമ്പോഴും ഇത് തന്നെയാണ് അവിടെ പറഞ്ഞത് കേട്ടില്ലേ, സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇൻഫ്ലുവൻസ് ഓൺ റിപ്രസ്ഡ് ഇമ്പൾസസ്, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഹൗ ദേ എഫക്ട് മെന്റൽ ഹെൽത്ത്. സെയിം ഇതേപോലെ തന്നെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിലായാലും ഫ്രോയിഡ് ആണെങ്കിലും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിനെയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവര് നമ്മൾ രണ്ട് തരത്തിലെ ഡ്രൈവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രോയിഡ്സ് ഇറോസ് ആൻഡ് തനറ്റോസ് തിയറി എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം അതിൽ രണ്ട് ഇൻസ്റ്റിക്റ്റുകളാണ്, രണ്ട് ഡ്രൈവുകളാണ്, അല്ലെ. ഇറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇറോസ് എന്ന് പറഞ്ഞ മീനിങ്ങിനെ നമുക്കറിയാം. ഇറോസ് എന്ന് പറഞ്ഞ സെക്സ് ഡ്രൈവ് ആണ്. തനറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രക്ഷൻ, അതായത് ആ ഒരു ഡെത്ത് ഇൻസ്റ്റിക്റ്റ് എന്നാണ് ഫ്രോയിഡ് അതിനെ വിളിക്കുന്നത്. തനറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈവിനെ ഡെത്ത് ഇൻസ്റ്റിക്റ്റ് എന്നാണ് ആര് വിളിക്കുന്നത്, ഫ്രോയിഡ് പറയുന്നത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. മറ്റേത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു വേർഡുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, തനറ്റോസും ഇറോസും. ഓക്കെ, ശരിക്കും പറഞ്ഞ റോസ് എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഉള്ളിലെ സെക്സ് ഡ്രൈവ്, സെക്ഷൽ എനർജി, അതിനൊക്കെയാണ് പറയുന്നത് നമ്മളുടെ ഒരു ഇറോസ് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ലിബിഡോ. നമ്മൾ ഈ ഫ്രോയിഡിന്റെ തിയറി പഠിക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു എനർജി നെയിമാണ് ലിബിഡോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രോയിഡ്, ഇറോസ് ആൻഡ് തനറ്റോസ് തിയറി, ലൈഫ് ആൻഡ് ഡെത്ത് ഡ്രൈവ്സ്. അപ്പൊ തനറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു സെക്സ് ഡ്രൈവ് ആണ് പറയുന്നത്, സെക്ഷൽ എനർജി ആണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിന്നിലൊരു എനർജി ഡ്രൈവ് എന്ന് പറയുന്നത്, ആ ഒരു എനർജി എന്ന് പറയുന്നത് ലിബിഡോ ആണ്. ഇത്രയാണ് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി പറയുമ്പോൾ ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറി നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ 3 തിയറികളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് നമ്മളെ പേഴ്സണാലിറ്റി
അല്ലെങ്കിൽ ഡൈനാമിക്സ് സ്ട്രക്ചർ, പേഴ്സണാലിറ്റി സ്ട്രക്ചർ ഉണ്ട്, ദെൻ ഡൈനാമിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്കൊക്കെ പോണേക്കാളും മുന്നായിട്ട് നമ്മൾ ഫ്രോയിഡിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫ്രോയിഡിന്റെ ആണ് എന്ത് സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത്. ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്രോയിഡിന്റെ പ്രത്യേകത എന്താണ്? ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആണ്. അദ്ദേഹം ഉപബോധ മനസ്സിന്റെ ഒരു കൊളംബസ് എന്നാണ് അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചിരുന്നത്. ഉപബോധ മനസ്സിന്റെ ഒരു കൊളംബസ് എന്നാണ് നമുക്ക് അദ്ദേഹം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്തിനാണ്? അൺകോൺഷ്യസ് മൈൻഡിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉപബോധ മനസ്സിനെ എന്താ പറയാ, അതിനെ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു അബോധ മനസ്സിലെ ലിഖിതങ്ങൾ അല്ലെങ്കിൽ അബോധ മനസ്സിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് അതിന്റെയൊക്കെ നിഗൂഢ അർത്ഥങ്ങൾ വിശകലനം ചെയ്യുക. ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയിൽ എന്താ പറയാ ചെയ്തിരുന്നത്. ഓക്കെ, ഇനി എന്താ പറയാ ഇതില് ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം സൈക്കോ ഡൈനാമിക് തിയറി അത് നമ്മൾ പറഞ്ഞു. സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ആ ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ് ഫസ്റ്റ് നോക്കുന്നത് കേട്ടോ. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ്. സ്ട്രക്ചർ നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ്. അതിൽ 3 ലെവലാണുള്ളത് മൈൻഡിന്. ഏതൊക്കെയാണ്? കോൺഷ്യസ് ലെവൽ ഉണ്ട്, അൺകോൺഷ്യസ് ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ പ്രീ കോൺഷ്യസ് ലെവൽ ഉണ്ട്. ഫ്രോയിഡിന്റെ തിയറി എന്ന് പറയുന്നത് സൈക്കോ അനലിറ്റിക്കൽ തിയറിക്ക് 3 പാർട്ടുകളാണുള്ളത്. ഫസ്റ്റ് പാർട്ടാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, സെക്കൻഡ് പാർട്ടാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തേർഡ് പാർട്ടാണ് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട പോലെ ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിക്ക് 3 മേജർ പാർട്ടുകളാണുള്ളത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? നമ്മളുടെ ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. ദെൻ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യും. ദെൻ ലാസ്റ്റ് നമ്മൾ അതിന്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് ഫ്രോയിഡിന്റെ തിയറി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏതാണ്? തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുമ്പം ഈ ഫ്രോയിഡ് പറയാണ് ഹ്യൂമൻ മൈൻഡിന് 3 ലെവലുകൾ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, പ്രീ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഫ്രോയിഡ് ഇവിടെ നമ്മൾ ഹ്യൂമൻ മൈൻഡിന്റെ 3 ലെവലുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ലെവലുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതില് എപ്പോഴും നമ്മളുടെ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങള്, അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള വൈകാരിക സംഘർഷങ്ങള്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാൻ എന്താ പറയുക ഒരു വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങള്, ഓർമ്മകള്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും. അതായത് ഈ മൈൻഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കോൺഷ്യസ് മൈൻഡിനകത്ത് വരുന്നത്. പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഓർത്തെടുക്കാൻ പറ്റാത്ത സ്ഥലം. ഓക്കെ, അതായത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള വിഷസ് ഒക്കെ നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ എന്താ പറയാ ഈ ഒരു നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത നമ്മളുടെ ഷെയിംഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഫിയേഴ്സ്, പിന്നെ സെൽഫിഷ് നീഡ്സ്, പിന്നെ നമ്മൾ റിപ്രസ്ഡ് വിഷസ്, ഷെയിംഫുൾ എക്സ്പീരിയൻസ്, എന്താ പറയാ വയലന്റ് മോട്ടീവ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള സെക്ഷൽ ഡിസയേഴ്സ്, അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെക്ഷൽ ഡിസയേഴ്സ്, ഇതെല്ലാം നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിനകത്താണ് ഇതെല്ലാം നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ ഈ ഒരു തിയറി ഓഫ് പേഴ്സണാലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അനലിറ്റിക് തിയറിയാണ്
സൈക്കോ അനലിറ്റിക് തിയറിയാണ് കാണുന്നത്. അതില് നമ്മൾ പറഞ്ഞു സൈക്കോ അനലിറ്റിക് തിയറിയുടെ ഫസ്റ്റ്, അത് 3 മേജർ പാർട്ടാണ്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. അതില് നമ്മൾ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ ഹ്യൂമൻ മൈൻഡിനെ, അൺകോൺഷ്യസ് മൈൻഡിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം ഫ്രോയിഡ് പറയാണ് ഹ്യൂമൻ മൈൻഡിന് 3 ലെവലുകളാണുള്ളത്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ്നെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മളുടെ എന്താ പറയാ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലാന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രോയിഡ് പറയാണ് ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്ന കാര്യങ്ങൾ അതിനൊക്കെ ഓർത്തെടുക്കുക അല്ലെങ്കിൽ അതിന് ഡിസ്കവർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. 3 ടെക്നിക്കുകളാണ് ഫ്രോയിഡ് അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഫ്രീ അസോസിയേഷൻ. ഫസ്റ്റ് വൺ ഫ്രീ അസോസിയേഷൻ. ഓക്കെ, ഒരു സെക്കൻഡ്. അതിൽ ഒന്നാമത്തെയാണ് ഫ്രീ അസോസിയേഷൻ. ദെൻ സെക്കൻഡ് വൺ ഡ്രീം ഇന്റർപ്രിട്ടേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ഫ്രോയിഡ് ആൻഡ് സ്ലിപ്പ്, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയാം കേട്ടോ. ഇതില് ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അവര് പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ അടുത്ത് വരുന്ന ആൾക്കാരെ കൊണ്ട് അവർ കുറെ സംസാരിപ്പിക്കും. അപ്പൊ അവര് സംസാരിക്കുമ്പം അവരുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരും. അതിലൂടെയാണ് അവര് എന്ത് ചെയ്യുന്നത്, ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡ്രീം ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡ്രീം ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളുടെ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ തോട്ടുകളെ, ഡിസയേഴ്സിനൊക്കെ ആ ഒരു ഡീം ഇന്റർപ്രിട്ടേഷനിലൂടെ മനസ്സിലാക്കുന്ന രീതി. പിന്നെന്താണ് സ്ലിപ്പ് ഓഫ് ടങ്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ എവറിഡേ സ്പീച്ചിൽ വരുന്ന നമ്മളുടെ ഒരു ടങ് സ്ലിപ്പുകളിൽ നിന്ന് എന്താണ് അൺകോൺഷ്യസ് തോട്ട് വിഷസിനെയൊക്കെ എന്താ പറയാ അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ്. അതിൽ 3 രീതിയിലാണ് നമ്മളുടെ മൈൻഡിനെ ഫ്രോയിഡ് 3 ലെവലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്: കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. പ്രീ കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ, അതായത് വിച്ച് കണ്ടെയ്ൻസ് തോട്ട്സ് ആൻഡ് പെർസെപ്ഷൻസ് വിച്ച് വി ആർ അവെയർ അറ്റ് ദ ഗിവൺ മൂമെന്റ്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ. പ്രീ കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്സിനും അൺകോൺഷ്യസ്നെസ്സിനും ഇടയിലുള്ള ഒരു ഭാഗം അല്ലെ. ഇവിടെ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് ഇപ്പൊ അവെയർ അല്ലെങ്കിലും നമുക്കത് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന്. അതിനകത്ത് നമ്മളുടെ മെമ്മറീസ്, സ്റ്റോർഡ് നോളേജസ് ഒക്കെയാണ് പ്രീ കോൺഷ്യസ് മൈൻഡിനകത്തുള്ളത്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡീപ്പർ ലെയർ ഓഫ് ദ ലെയർ ആണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ത്, നമ്മൾ റിപ്രസ്ഡ് വിഷസ്, ഫിയേഴ്സ്, സെൽഫിഷ് നീഡ്സ് ഒക്കെ അവിടെയാണ് നമ്മൾ കൊണ്ടുവന്ന് എന്താ പറയുക റിപ്രസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അവിടെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. ആ ഒരു മൈൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്രോയിഡ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു അൺകോൺഷ്യസ്നെസ്സിനാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മളുടെ അൺസാറ്റിസ്ഫൈഡ് ഡിസയേഴ്സ്, പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മൾ അതിനകത്ത് റിപ്രസ് ചെയ്തിരിക്കുക. ഈ ഒരു അൺകോൺഷ്യസ് ലെയർ ഓഫ് ദ മൈൻഡ് അതിനകത്ത് നമ്മൾ എന്താ പറയാ റിപ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ബിഹേവിയർ പാറ്റേൺ, അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മളുടെ ഈ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഈ ഒരു റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസയേഴ്സും എക്സ്പീരിയൻസും ഒക്കെയാണ്. അതായത് അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഈ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയാ നമ്മളുടെ ഡിസയേഴ്സ്, എക്സ്പീരിയൻസസ് ഒക്കെ ആണെന്നാണ് നമ്മളുടെ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ. അപ്പം ഈ ഒരു ഇതിനെ നമുക്ക് ഡിസ്കവർ ചെയ്തെടുക്കാനായിട്ട്, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തെടുക്കാനായിട്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 3 മെത്തേഡുകളാണ്. ഒന്ന് ഫ്രീ അസോസിയേഷൻ, ഡ്രീം ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ സ്ലിപ്പ് ഓഫ് ടങ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ തിയറി. സൈക്കോ അനലിറ്റിക്കൽ തിയറിയുടെ ഫസ്റ്റ് മേജർ പാർട്ടാണ് ഏത്, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളുടെ മനസ്സിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഈ നമ്മൾ റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ അതിനകത്ത് കുഴിച്ചു മൂടി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പം ഒരു കാര്യം കിട്ടാത്തത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒരു നമ്മൾ അതിനെ ന്യായീകരിക്കും അല്ലെ.
അതായത് നമ്മൾ പോലും അറിയാതെ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് കിട്ടാനേ നന്നായി, അല്ലെ? അത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് അങ്ങനെ ഒരു ന്യായീകരണം വരും, അല്ലെ? നന്നായി, അത് കിട്ടാത്തത് നന്നായി, അല്ലെ? അങ്ങനെ ആ രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യാണ്? അതിനെ നമ്മളുടെ ഈഗോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, അത് ഇങ്ങനെ ചെയ്ത് അത് വന്നത് ശരി, അത് അങ്ങനെ നന്നായി. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഭയങ്കര ദേഷ്യം വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? എന്റെ അടുത്തുള്ള ആരെങ്കിലും ഞാൻ ചീത്ത പറയാണ്, ആ ഒരു ദേഷ്യം മുഴുവൻ, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മളുടെ എന്താണ്? നമ്മളുടെ ഒരു എന്താ പറയാ, ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ റിലീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മനസ്സിനകത്തുണ്ടായ അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരുന്ന ആ ഒരു കാര്യങ്ങളെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മൂടി വെക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം, റിപ്രഷൻ, ഡിനയൽ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിഗ്രഷൻ, സബ്ലിമേഷൻ, ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്താണ് ഡിഫൻസ് മെക്കാനിസം, അതായത് നമ്മൾ പറഞ്ഞു നമ്മളുടെ നമ്മൾ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഈഗോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണം, അല്ലെ? നമുക്കത് കിട്ടിയില്ലെങ്കിലും നമുക്കത് ഓക്കെ, കുഴപ്പമില്ല, എനിക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കിട്ടാതെ നന്നായി എന്നൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിനെ പറഞ്ഞ് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാണ് ആ ഒരു കാര്യത്തിന്, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതില് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ മെത്തേഡ്സ് ആണ്, ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഇത് റിപ്രഷൻ, റിഗ്രഷൻ, ഡിസ്പ്ലേസ്മെന്റ്, സബ്ലിമേഷൻ, ഇങ്ങനെ ഓരോ മെത്തേഡുകൾ ഉണ്ട്. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് മേജർ പാർട്ടാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രോയിഡ് പേഴ്സണാലിറ്റി തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ കേട്ടോ. ഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെയാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. ഈ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ ഫ്രോയിഡ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിന് 3 കാര്യങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. The personality structure is made up of 3 interlocking systems. ആ 3 interlocking systems എന്ന് പറഞ്ഞ ഏതാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, ഈ 3 സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഓൺ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ദേ ഇന്ററാക്ട് വിത്ത് വൺ അനദർ ക്ലോസ്ലി. ആൻഡ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ, ഔട്ട്കം ഓഫ് ദീസ് ഇന്ററാക്ഷൻസ് ആണ്. ഓക്കെ, അതാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിന്റെ. പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ ഫ്രോയിഡ് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് എന്ത്? അതായത് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. നമ്മൾ ജനിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ഒരു ഊർജത്തിന്റെ ഉറവിടാണ് നമ്മുടെ ഉള്ളില്. ശരിക്കും നമ്മൾ അതിനെ ഇപ്പൊ ഫ്ലോയിഡിന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ മനുഷ്യന്റെ ഉള്ളിലെ ഒരു മൃഗവാസനേനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ആ ഒരു നമ്മളുടെ അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈസ് ദ ഒറിജിനൽ സോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ദ റിസർവോയർ ഓഫ് സൈക്കിക് എനർജി, ലിബിഡോ. പറഞ്ഞല്ലോ, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഊർജത്തിന്റെ ഉറവിടാണ് ശരിക്കും എന്ത് പറയുന്നത്? ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. ഇത് വർക്ക് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. അത് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ വരും, ഇത് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്? ഇത് വർക്ക് ചെയ്യുന്നത് എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പൊ നമ്മളൊരു കൊച്ചുകുട്ടീനെ പോലെ, ഇപ്പൊ എനിക്ക് ഇപ്പൊ അത് കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഇപ്പൊ അത് കിട്ടിയേ പറ്റൂ. ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ഒറിജിനൽ സോഴ്സ് ആണ് പേഴ്സണാലിറ്റിയുടെ, റിസർവോയർ ഓഫ് സൈക്കിക് എനർജി, ലിബിഡോ. ഓക്കെ, ഇറ്റ് ഇസ് ദ പ്രിമിറ്റീവ് ബയോജനിക് ഇമ്പൾസസ് ഇൻ മാൻ കൺസിസ്റ്റ് ഓഫ് എവരിത്തിങ് ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ് സൈക്കോളജി ഇൻക്ലൂഡിങ് എന്താ പറയാ, ഇൻക്ലൂഡിങ് നമ്മളുടെ ഡ്രൈവ്, എന്താണ്? സെക്സ് ആൻഡ് അഗ്രഷൻ. ഇറ്റ് ഈസ് ഇൻബോൺ, അത് ഇൻബോൺ ആണ്. ആൻഡ് ഓപ്പറേറ്റ്സ് ഓൺ ആനിമൽ ലെവൽ.
ഓക്കെ. ഇനി അത് അൺകോൺഷ്യസ് ഇൻ നേച്ചർ ആണ്, ഹാസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യണേന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് അത് സോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ്, അല്ലെ, ഒറിജിനൽ സോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു സൈക്കിക് എനർജി, ലിബിഡോയുടെ ഒരു റിസർവോയർ ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഒരു അൺകോൺഷ്യസ് ഇൻ നേച്ചർ ആണ്. നമ്മൾ ജനിക്കുമ്പോ തന്നെ എന്തുണ്ട്, അത് നമ്മളുടെ ഒരു ജന്മവാസനകളിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അത് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിനെ കുറിച്ചിട്ട്. ഇനി അടുത്തത് ഈഗോ. ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യ ബോധത്തിലാണ്, റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ്ലി കോൺഷ്യസ് ആണ്. ഈഗോ ലാർജ്ലി കോൺഷ്യസ് ആണ്. അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു പോലീസ് ഫോഴ്സ് എന്ന് പറയാം ഈഗോനെ. ഈഗോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയും സൂപ്പർ ഈഗോന്റെയും ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരെയും ഡിമാൻഡുകൾക്കിടയിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത് ആരാണ്, ഈഗോ ആണ്. ഈഗോ വർക്ക് ചെയ്യുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ്. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോനെ കുറിച്ച് പറയാനാണെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ്നെസ് ഇൻ ദ ഓർഡിനറി സെൻസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു മൊറാലിറ്റി പ്രിൻസിപ്പിളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശന്നു, അപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ ഭക്ഷണം കഴിക്കണം. അതാണ് എന്ത്, ഇത് എനിക്ക് വിശന്ന അപ്പൊ ഭക്ഷണം കഴിക്കണം. ഓക്കെ, അപ്പം എന്താ പറയാ, സൂപ്പർ ഈഗോ പക്ഷെ അങ്ങനെയല്ല. അതായത് അത് ചെയ്യുന്നത് തെറ്റല്ലേ, അങ്ങനെ ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ബാലൻസ് ചെയ്യുന്നതാണ് എന്ത്, ഈഗോ. അത് റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് ഓർത്തു വെക്കേണ്ടത്, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതിൽ ഇത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനും സൂപ്പർ ഈഗോയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആര്, ഈഗോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇവർ തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, ഇത് ഈഗോ സൂപ്പർ ഈഗോ തമ്മിലുള്ളത്. മനസ്സിലായോ? അതായത് ശരിക്കും പറഞ്ഞാൽ ഇതും ഈഗോയും എന്താ, 2 ഒപ്പോസിങ് എലമെന്റ്സ് ആണ്, അല്ലെ? പക്ഷെ അതിൽ തമ്മിൽ സാറ്റിസ്ഫൈ ചെയ്ത ആ 2 പേരെയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് എന്ത്, നമ്മളുടെ ഈഗോ എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. PPT ക്ലിയർ ആവുന്നതായിരിക്കുന്നു കേട്ടോ, ഇല്ലെങ്കിൽ ആ സ്റ്റേജസ് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് 5 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. അതായത് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ എല്ലാ ആൾക്കാരും ഈ ഒരു സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. അതിൽ ഫസ്റ്റ് വൺ ഓറൽ സ്റ്റേജ്, സെക്കൻഡ് വൺ anal stage, then phallic stage, latency stage, genital stage. ഓക്കെ, അതില് ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ബർത്ത് ടു 2 years 2 കൊല്ലം വരെയുള്ള സ്റ്റേജാണ്. നമ്മൾ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ എറോജിനിയസ് സോണിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം, പിന്നെ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു ഡേനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു തിയറിലോട്ട് പോകുന്നതുമുണ്ട്. അതായത് നമ്മൾ പഠിച്ചു നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സൈക്കിക് എനർജിനെ പറയുന്ന പേര് എന്താണ്, ലിബിഡോ എന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഇതിനെ പ്രവർത്തനനിരതമാക്കുന്ന ജന്മ ലഭിക്കുന്ന ഒരു ഊർജ്ജമാണ് ലിബിഡോ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മനുഷ്യരുടെ സർഗശക്തിയും ചാലകശക്തിയും എന്താണ് ഈ ഒരു എനർജിയാണ്, അല്ലെ? അപ്പം ഈ ഫ്രോയിഡിന്റെ അഭിപ്രായത്തില് ഓൾ ഹ്യൂമൻ ബീയിങ് മൂവ് ത്രൂ എ സീരീസ് ഓഫ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഡ്യൂറിങ്
which the libidal energy is focused on different regions of the body. ഈ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ലിബിഡൽ എനർജി എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഡിഫറെന്റ് റീജിയൻസിലായിരിക്കും. ആ റീജിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറോജിനിയസ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അവിടെ എഴുതാം. ആ റീജിയൻസിന് പറയുന്ന പേരാണ് ഇറോജീനിയസ് സോൺ എന്ന് പറയാ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ, ഇറോജിനസ് സോൺ എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് ഫിക്സാഷൻ. അടുത്തൊരു ടേമാണ് ഫിക്സാഷൻ. ഓക്കെ, അതായത് നമുക്ക് എവിടെയെങ്കിലും ഫിക്സാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ കുട്ടികളുടെ നീഡ്സ് ഈ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലും കുട്ടികൾ സൈക്കോസെക്ഷൽ സ്റ്റേജിലും എവിടെയെങ്കിലും കുട്ടികളുടെ നീഡ്സ് അൺസാറ്റിസ്ഫൈഡോ ഓവർ സാറ്റിസ്ഫൈഡോ ആയി കഴിഞ്ഞാൽ അവിടെ ഫിക്സാഷൻ സംഭവിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അവിടെ ഫിക്സേഷൻ സംഭവിക്കുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ പറയില്ലേ, ഏതെങ്കിലും ഒരു ഘട്ടമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഫിക്സേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേമുകൾ ഒന്ന് ഓർത്ത് വെക്കാം. എന്താണ് എറോജിനിയസ് സോണും ഫിക്സേഷനും കേട്ടോ. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, അതായത് ഒരു സോർട്ട് ഓഫ് അറസ്റ്റ് ഡെവലപ്മെന്റ് എന്നാണ് പറയുക. നമ്മൾ എവിടെയെങ്കിലും കുട്ടിയുടെ ആ ഒരു നീഡ്സ് ഓവർ സാറ്റിസ്ഫൈ ചെയ്യോ അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇത് ഫിക്സാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെ ഒരു അഡൾട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫിക്സാഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോ സ്റ്റേജിലും ഉണ്ടാവുന്നത്. അത് നമ്മൾ ഈ സ്റ്റേജസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ആണ് ഓറൽ സ്റ്റേജ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേജ് ഓറൽ സ്റ്റേജ്. ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് ടു 2 years ആണ് ഓറൽ സ്റ്റേജ് വരുന്നത്. ഇവിടെ നമ്മളുടെ ഇറോജിനിയസ് സോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, മൗത്ത് ആയിരിക്കും. അതായത് നമ്മൾ ചെറിയ കുട്ടികളെ ആലോചിച്ച് നോക്കുക, അവരെന്ത് കിട്ടിയാലും എന്താ ചെയ്യുന്നത്, ഒന്ന് സക്ക് ചെയ്തുകൊണ്ടിരിക്കും, ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, അവരെപ്പോഴും അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മളുടെ അതായത് അവര് ഓറൽ ആക്ടിവിറ്റിയാണ് അല്ലെ, ഇൻഫന്റിന്റെ കാര്യത്തില് കുഞ്ഞു കുട്ടികളുടെ കാര്യത്തില് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും, അവരെന്ത് കിട്ടിയാലും കടിക്കുക അല്ലെങ്കിൽ സക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അവിടെ നമ്മളുടെ ആ ഒരു ഇറോജിനിയസ് സോൺ എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും, നമ്മളുടെ മൗത്തിലായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു 2 വയസ്സ് വരെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ആ ഒരു മൗത്തിലാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും ഫിക്സേഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും, ഭാവിയിൽ നമ്മൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാര്, പിന്നെ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാർ, നെയിൽ ബൈറ്റിംഗ്, സ്മോക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ട് മാറാനുള്ള സാധ്യതകളാണ് അവിടെ കാണുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് അനാൽ സ്റ്റേജ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഇറോജിനിയസ് സോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആനസ് ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ ലിബിഡോ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എനർജി കോൺസെൻട്രേറ്റ് ചെയ്യും, ലിബിഡിൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മളുടെ അനാൽ സോണിലായിരിക്കും അല്ലെ. ഇപ്പം ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ പാരന്റ്സ് ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. 2 to 3 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്, 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും, ടോയ്ലറ്റ് അതായത് കൂടുതൽ നേരം പിടിച്ചു വെക്കാൻ ശ്രമിക്കുക. ചില കുട്ടികളാണെങ്കിൽ എന്താ അങ്ങനെയൊന്നുമില്ല, ഫ്രീ ആയിട്ട് അല്ലെ. ഇപ്പം നമ്മൾ ഓവർ സാറ്റിസ്ഫൈഡ് ആയാലും പ്രശ്നമാണ്, പിന്നെ എന്താണ് നമ്മളവിടെ അൺസാറ്റിസ്ഫൈഡ് ആയാലും പ്രശ്നമാണ് അല്ലെ. ഇപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ കുറെ നന്നായിട്ട് ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ പോവാൻ തോന്നിക്കഴിഞ്ഞാൽ പോവാതെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ശീലമൊക്കെ ഉണ്ടാവും. അവര് മുതിർന്നു വരുമ്പോ എന്തായിട്ട് മാറും, അവർക്ക് സ്വഭാവം ഭയങ്കര കുറച്ചും കൂടെ റിജിഡ് ആയിട്ടുള്ളത്, ഒബ്സസീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഓർഡർലി ബിഹേവിയർ ഉള്ള ആൾക്കാരായിട്ട് മാറാനാണ് സാധ്യത. ഇനി ഈ ട്രെയിനിങ് കാര്യമായിട്ട് ഇപ്പൊ നമ്മൾ പറയും ഇങ്ങനെ ആ ഒരു ഇത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കും, അവര് കുറച്ച് മെസ്സി, പൈസയൊക്കെ ഇങ്ങനെ ഭയങ്കര വേസ്റ്റ് നോക്കാതെ ചെലവാക്കുന്ന ആൾക്കാര്, അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യതയുള്ളത് കേട്ടോ. അതാണ് അനാൽ സ്റ്റേജ്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ഫിക്സേഷൻസ് നമ്മളുടെ ഭാവിയിൽ നമ്മളുടെ പേഴ്സണാലിറ്റീനെ എഫക്ട് ചെയ്യുന്നതാണ് ഫ്രോയിഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അനാൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 to 3 വയസ്സ് വരെയാണ്. അവിടെ നമ്മൾ പറഞ്ഞു സെക്ഷൽ അല്ല, പ്ലഷർ, നമ്മളുടെ ആ ഒരു ലിപിഡൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അനാൽ സോണിലാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫാലിക്. 3 സ്റ്റേജ്. 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 3 സ്റ്റേജ്.
ഫാലിക് സ്റ്റേജ് കേട്ടോ. അത് 3 മുതൽ 5 വയസ്സ് വരെയാണ്. ഇവിടെ ജെനിറ്റൽ റീജിയനിലാണ് നമ്മളുടെ ആ ഒരു പ്ലഷർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ടേമുകളാണ് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും കേട്ടോ. ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും. ഓക്കെ, 2 കാര്യങ്ങൾ നമ്മളോട് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ഇഡിപ്പസ് കോംപ്ലക്സ്, then second one ഇലക്ട്രാ കോംപ്ലക്സ്. ഈ സ്റ്റേജിൽ കാണപ്പെടുന്ന 2 കാര്യങ്ങളാണ്. അതായത് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? കുട്ടികൾക്ക് അവർക്ക് ഒരു സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ട് അതുപോലെ സെൻഷ്വൽ ഫീലിങ്സിനെ കുറിച്ചിട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഉള്ള ഒരു ആ ഒരു ഫീലിങ്സ് ഒക്കെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരന്റ്സിനോട് കേട്ടോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്, ഈ ഒരു ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് മെയിൽ ചൈൽഡിന് എന്താണ്, ഇഡിപ്പസ് കോംപ്ലക്സ് ഈസ് ഫോംഡ് ഇൻ ദ മെയിൽ ചൈൽഡ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് സെക്ഷൽ ഡിസയർ ടുവാർഡ്സ് ഹിസ് മദർ. ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാലോ ഫീമെയിൽ ചൈൽഡിനാണ്, അതായത് ഓൺ അക്കൗണ്ട് ഓഫ് ഹെർ ഡിസയർ ഫോർ ദ ഫാദർ. ഓക്കെ, അതായത് നമുക്കറിയാം സാധാരണ ചെറിയ കുട്ടികളെ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് ആ പ്രായത്തില് അമ്മയോടും പെൺകുട്ടികൾക്കാണെങ്കിൽ അച്ഛനോടും ആയിരിക്കും ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്, ആൺകുട്ടികളുടെ ആ ഒരു അമ്മയോടുള്ള ആ ഒരു സ്നേഹം, അതിനെയാണ് നമ്മൾ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്നെ ആയിരിക്കും, അവരുടെ അച്ഛനെ ആയിരിക്കും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫാലിക് സ്റ്റേജിലാണ് ഇവിടെ എറോജിനിയസ് സോൺ എന്ന് പറയുന്നത് എന്താണ്, ജെനിറ്റൽ ഓർഗൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ആണ് ലാറ്റൻസി സ്റ്റേജ്. ഓക്കെ, ലാറ്റൻസി സ്റ്റേജ് ആണ്. ലാറ്റൻ 6 ത്രൂ പ്യൂബർട്ടി. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡോർമന്റ് പീരീഡ് ആണ്. ഓക്കെ, അവിടെ ടെമ്പററി റിപ്രഷൻ ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ് ആൻഡ് പ്ലഷർ ഈസ് ഡിറൈവ്ഡ് ഫ്രം എക്സ്റ്റേണൽ വേൾഡ്. അതായത് ഇവിടെ കുട്ടികൾക്ക് പെൺകുട്ടികളായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, ആൺകുട്ടികളായിട്ട് മാത്രം ഒരു കൂട്ടുകൂടുക, അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണത്. അതായത് അവിടെ സെക്ഷൽ എന്താ പറയാ ഇൻട്രസ്റ്റിനും പ്ലഷേഴ്സിനും ഒക്കെ ഒരു റിപ്രഷൻ വരുന്ന ഒരു ടെമ്പററി റിപ്രഷൻ സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്, ലാറ്റൻസി സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ജെനിറ്റൽ സ്റ്റേജ്. ജെനിറ്റൽ സ്റ്റേജ് ജെനിറ്റൽ സ്റ്റേജിനകത്തുള്ള പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഡോളസെന്റ് ആൻഡ് ബിയോണ്ട് ആണ്. ഇവിടെ നമുക്ക് വീണ്ടും എന്താണ്, അതായത് മെച്യൂർ സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് പാർട്ട്ണർ ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. അതായത് നമ്മള് പ്യൂബർട്ടി കഴിഞ്ഞു, ദെൻ അടുത്ത നമ്മൾ എന്തായി, മുതിർന്ന ആൾക്കാർ ആ ഒരു അഡോളസെന്റിലേക്ക് കടന്നു അല്ലെ. അപ്പൊ മുതിർന്ന തരത്തിലുള്ള കാര്യങ്ങള് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടാവുന്ന ഒരു എന്താ പറയാ മെച്യൂർ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവുക. അപ്പം തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ 5 സ്റ്റേജ് ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഓറൽ സ്റ്റേജ്, എനാൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. അതിൽ ഫാലിക് സ്റ്റേജിലുള്ള 2 കാര്യങ്ങൾ പഠിക്കുക, ഇഡിപ്പസ് കോംപ്ലക്സും അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രാ കോംപ്ലക്സും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സൈക്കോ ഡൈനാമിക് തിയറിയിലെ, നമുക്കറിയാം സൈക്കോ ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഫ്രോയിഡിന്റെ ശിഷ്യന്മാരുമാണ്. അതില് ഇവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അൺകോൺഷ്യസ് മൈൻഡിനാണ്. ദെൻ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുമ്പോൾ ഫ്രോയിഡും ഇതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡിനെയാണ് പഠിച്ചിട്ടുള്ളത്. 2 തരത്തിലുള്ള ഡ്രൈവ്സ് നമ്മളുടെ ഹ്യൂമൻസിലുള്ളത് ഇറോസും തനറ്റോസും ആണ്. ഇറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ടെനറ്റോസ് എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ സൈക്കോ അനലിറ്റിക് തിയറിയുടെ 3 മേജർ തിയറികളായിട്ടാണ് വീണ്ടും അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ദെൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജ്. ഫസ്റ്റ് വൺ നമ്മൾ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ്. നമ്മൾ 3 ലെവലുകൾ കണ്ടു നമ്മളുടെ മൈൻഡിനെ. അതിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ പേഴ്സണാലിറ്റിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്, ഈ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കുഴിച്ചു മൂടുന്ന നമ്മളുടെ കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ആ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കുഴിച്ചുമൂടിയ കാര്യങ്ങൾ പഠിക്കാനുള്ള എളുപ്പവഴിയായിട്ട് നമുക്ക്, എളുപ്പവഴിയല്ല, 3 ടെക്നിക്കുകളാണ് ഫ്രോയിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫ്രീ അസോസിയേഷൻ, ഡ്രീം ഇന്റർപ്രിട്ടേഷൻ, ഫ്രോയിഡ് ആൻഡ് സ്ലിപ്പ്.
ഓക്കെ. ദെൻ ഡിഫൻസ് മെക്കാനിസം, നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഡിസയേഴ്സ് അല്ലെ, അതൊക്കെ വരുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സ് തന്നെ കണ്ടെത്തുന്ന ഒരു മെക്കാനിസം, അതാണ് എന്ത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, ഇത് ഈഗോ സൂപ്പർ ഈഗോ അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്, സൂപ്പർ ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ, ദെൻ ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ, സൂപ്പർ ഈഗോ എന്താണ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെയും സൂപ്പർ ഈഗോനും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ആളാരാണ്? ഈഗോ ആണ്. ഇനി ദെൻ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് നമ്മള് 5 സ്റ്റേജിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഓറൽ, അനാൽ, ഫാലിക്, ലാറ്റൻസി, ജെനിറ്റൽ. ഇവിടെ നമ്മൾ ഇറോജിനസ് സോൺസ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ സ്റ്റേജിലും ഫിക്സേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തും എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ഫ്രോയിഡിന്റെ തിയറിയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ട് പേരുടെ തിയറീസും കൂടെ ഈ ഒരു സൈക്കോ ഡൈനാമിക് തിയറീസിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.